وبركاته. الحمد لله الحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. قال الله تعالى في قرآن الكريم بسم الله الرحمن الرحيم ألا بذكر الله تطمئن القلوب. ഏറ്റവും സമാദരണീയരായ ഉസ്താദുമാർ, പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ആധുനികതയുടെ പാന്താവിലൂടെ യുവത്വത്തിന്റെ പ്രസരിപ്പിനെ തള്ളി നീക്കുന്ന ഈ ആധുനിക കാലത്ത് ദൈവസ്മരണ എന്ന വിഷയത്തിന് ഏറെ പ്രസക്തിയുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രസ്തുത വിഷയത്തിൽ നിങ്ങളുമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തുണക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യന്റെ ജീവിതമെന്നാൽ അത് അതിന്റെ ഓരോ ഘട്ടങ്ങളും പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. സന്തോഷമോ ദുഃഖമോ വിജയമോ പരാജയമോ എല്ലാത്തിലും മനുഷ്യന് ശാന്തി ലഭിക്കുന്നത്, സമാധാനം ലഭിക്കുന്നത് അത് ദൈവസ്മരണയിലൂടെയാണ്. അതുകൊണ്ടല്ലേ അല്ലാഹു തആല പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ അറിയണേ, മനസ്സിന് ശാന്തി ലഭിക്കുന്നത്, മനസ്സിന് സമാധാനം ലഭിക്കുന്നത് അത് ദിക്റുൽ ഇലാഹ് ദൈവസ്മരണയിലൂടെയാണ്. ദൈവസ്മരണയിലൂടെയാണ് മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, എങ്ങനെയാണ് മറിയം ബീവിക്ക് ഭർത്താവില്ലാതെ ഈസാ നബിയെ നൽകിയതെന്നറിയോ? അവിടുന്ന് ഒരിക്കൽ മറിയം ബീവിയോട് ചോദിക്കുകയാണ്, എല്ലയോ മറിയം, താങ്കൾക്ക് വിവാഹം കഴിക്കേണ്ടയോ? എത്ര വയസ്സായി? വിവാഹം കഴിക്കേണ്ടതെന്ന് മറിയം ബീവിയോട് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് മറിയം ബീവി നൽകിയ ഉത്തരം എത്ര മനോഹരം! ലിസാനി മശ്ഊലും ബിദിക്രി വജവാരി ബിഖിദ്മതിഹി വഖൽബി ബിമഹബ്ബതിഹി. എന്റെ നാവ് അല്ലാഹുവിനോടുള്ള സ്മരണയിലാണ്, എന്റെ ശരീരം അത് അല്ലാഹുവിനോടുള്ള ഖിദ്മത്തിലാണ്, എന്റെ ഖൽബ് അത് അല്ലാഹുവിനോടുള്ള മുഹബ്ബത്തിലാണ്. ഫറസഖഹല്ലാഹു ഈസാ ബിഗൈർ അബാ. ഇത് കാരണമായിട്ട് അല്ലാഹു തആല ഉപ്പയില്ലാതെ ഈസാ നബിയെ നൽകുകയാണ്. ഇതാണ് പറഞ്ഞത്, ആരെങ്കിലും അല്ലാഹുവിനെ സ്മരിച്ചാൽ അല്ലാഹു അവനെ ഒരിക്കലും കൈവിടില്ല. കേട്ടോ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ ആസിയാ ബീവിയുടെ ചരിത്രമേറെ പ്രസിദ്ധമാണ്. അവിടുന്ന് ഫിർഔനെ ആസിയാ ബീവിയെ വധിക്കാനായി കശാപ്പുകാരനെ കൊണ്ടുവന്ന സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലയോ അല്ലാഹ്, നിന്റെ അടിമയെ വധിക്കാൻ പോവുകയാ. അല്ലാഹു തആല പറഞ്ഞു, അവൾ എന്നിലേക്ക് അടുക്കാൻ ആഗ്രഹിച്ച പെണ്ണ. ജിബ്രീലെ, മരണസമയത്ത് അവൾ എന്താണ് പറയുന്നതെന്ന് നോക്കണേ. ജിബ്രീൽ വന്നുകൊണ്ട് പറയുകയാണ്, സ്വർഗത്തിലുള്ള ഭവനമാണ് അവൾ ആവശ്യപ്പെടുന്നത്. അവളുടെ ശിക്ഷയേറെ കഠിനമാണ്, അവളുടെ ക്ഷമ അതിലേറെ മനോഹരമാണ്, അവളുടെ ചോദ്യം അതിലേറെ നിസാരമാണ്. ഇത് കേട്ട് അല്ലാഹു പറയുകയാണ്, ഞാൻ എപ്പോഴോ അവൾക്ക് സ്വർഗത്തിൽ ആ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഇതാണ് പ്രിയമുള്ളവരെ പറഞ്ഞത്, ആരെങ്കിലും അല്ലാഹുവിനെ ഓർത്താൽ അല്ലാഹു അവനെ കൈവിടില്ല. എന്താണ് ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ? ഒരു ഭാഗത്ത് മാനസിക സമ്മർദ്ദം വർദ്ധിക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് കുടുംബ ബന്ധങ്ങൾ തമ്മിൽ മുറിക്കുമ്പോൾ എന്താണ് ഇതിനുള്ള കാരണം? അത് ദൈവസ്മരണ നഷ്ടപ്പെട്ടതാണ്. എന്താണ് ഇതിനുള്ള പരിഹാരം? എന്താണ് ഇതിനുള്ള പരിഹാരം? അത് അല്ലാഹുവിനെ ഓർക്കലാണ്. അലൈക ബിദിക്രില്ലാഹി സിർറൻ വഅലാനിയാ. രഹസ്യമായും പരസ്യമായും അല്ലാഹുവിനെ ഓർക്കലാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ എപ്പോഴും അല്ലാഹുവിനെ ആത്മാർത്ഥമായി ഓർക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.